നടത്താൻ സമ്മതിച്ചില്ല ഹിന്ദുക്കൾ ഇളകും. ശബരിമലേന്റെ കേസിൽ ഇളകിയ പോലെ. എന്തായി ആ ഇളക്കത്തിന് അല്ല വേണ്ടിയാണ് പിണറായി ശബരിമല കേസിൽ ഇളകിയിട്ട് എന്തുണ്ടായി പിണറായി കയറ്റി ആൾക്കാരെ വെടികളൊക്കെ കയറ്റി എന്ന് പറഞ്ഞാൽ വെടികളൊക്കെ കയറ്റിയായില്ലേ ഒന്നും നടന്നില്ല. എന്നിട്ട് അതിന് വെടികളൊക്കെ കയറ്റിയതിന്റെ നന്ദി സൂചകമായിട്ട് പിണറായിനെ ജയിപ്പിക്കുകയും ചെയ്തു ഹിന്ദുക്കൾ വോട്ട് ചെയ്ത്. അല്ല ഉണ്ടായത്. പിണറായി ജയിപ്പിച്ചില്ല, കോൺഗ്രസിനെ ജയിപ്പിച്ച്. അതിന്റെ പിന്നെ ഇലക്ഷൻ ഉണ്ടായില്ല, അസംബ്ലി ഇലക്ഷൻ. അവിടെ ആരാ ജയിച്ചത്? ഞങ്ങൾ പറയൂ. ശബരിമല പ്രശ്നം കഴിഞ്ഞിട്ടല്ലേ അസംബ്ലി ഇലക്ഷൻ ഉണ്ടായത്? അല്ല, കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്താ ചെയ്ത്? ഈ ശബരിമല പ്രശ്നത്തിന് കോൺഗ്രസ് എന്ത് ചെയ്തെന്നൊന്ന് പറയൂ. BJP അല്ലേ ചെയ്തത് കംപ്ലീറ്റ്? RSS കാരല്ലേ കംപ്ലീറ്റ് അകത്ത് കിടന്നതും തല്ലുകൊണ്ടതും? അങ്ങനെയൊന്നും പറയരുത്. ഒരാൾ മരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ പിന്നെ ആള് വന്നപ്പോ പട്ടിണി കിടന്നോട്ടെ എന്ന് വിചാരിക്കൂ? അയാൾ എന്തായാലും മരിക്കാൻ പോണേ, അയാൾക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്ന് വിചാരിക്കും? എന്തൊക്കെ ന്യായീകരണങ്ങളാണ് ഹിന്ദുക്കൾ പറയണത്? ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? നന്ദി എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? പട്ടിയാണെങ്കിൽ പാലാട്ടിയെങ്കിലും കാണിക്കൂലേ പട്ടി? എന്താണ് നന്ദിയുള്ളതുകൊണ്ടാണ്. കോൺഗ്രസ് എന്ത് ചെയ്തിട്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തത്? അതെന്ന് പറഞ്ഞേ. ഒരു അഞ്ച് സീറ്റെങ്കിലും കൊടുക്കുന്നല്ല BJPക്ക്. അത് ചെയ്യാത്ത നന്ദി കെട്ട ആൾക്കാരാണ് ഹിന്ദുക്കള്. പിന്നെ അനുഭവിക്കാനിരിക്കണുള്ളൂ നന്ദികേട്. ഞാൻ ശ്രീ ശിവമഹാപുരാണത്തിൽ വായിക്കണേ, ലോകത്തിലെ സകല പാപങ്ങൾക്കും പരിഹാരമുണ്ട്, സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തമുണ്ട്. എന്ത് പാപം ചെയ്താലും പ്രായശ്ചിത്തം. പക്ഷെ നന്ദികേടന് അനന്തകോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും അതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരുന്ന പറഞ്ഞു. നന്ദികേടിന് കൃതജ്ഞന് മാത്രം പരിഹാരമില്ലെന്ന്. കൃതജ്ഞൻ എന്ന് വെച്ചാൽ നന്ദി കെട്ടവൻ. ചെയ്തു തന്ന ഉപകാരം മറന്നു പോകുന്നവൻ, അതാണ് നന്ദി കെട്ടവൻ. മനസ്സിലായോ? അതാണ് ഹിന്ദു എന്ന് പറയുന്ന ജന്തു. അതാണ്. എന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചത്രേ. നാണുണ്ടോ ഇങ്ങനെ പറയാനായിട്ട്? കോൺഗ്രസിനല്ല ജയിപ്പിക്കണ്ടത്, BJPക്കാണ് വോട്ട് ചെയ്യേണ്ടിരുന്നത്. BJP തോറ്റോട്ടെ. അത്രയും വോട്ട് കിട്ടുമായിരുന്നല്ല. എങ്ങനെയാണ് തോക്കണം? ഈ ഹിന്ദുക്കളൊക്കെ BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJP എങ്ങനെ തോക്കും? BJP? കോൺഗ്രസിന് 19 സീറ്റാണ് ഇവിടെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടത്. ഈ 19 സീറ്റിൽ ഒരു പോട്ടെ ഹിന്ദുവിന്റെ ഭൂരിപക്ഷം വെച്ച് നോക്കണമെങ്കിൽ ഒരു 10 സീറ്റെങ്കിലും BJP കൊടുക്കാറുന്നില്ലേ? 9 സീറ്റ് വേണം കോൺഗ്രസിന് കിട്ടിക്കോട്ടെ. ഒരു സീറ്റ് ഇവർക്കും CPM-ന്. പക്ഷെ 10 സീറ്റ് BJP കൊടുക്കാറുന്നില്ല. ഒരു സീറ്റ് പോലും കൊടുത്തില്ല. ഇത്ര നാറികളുണ്ടോ ഹിന്ദുക്കളെ പോലെ? ഇത്രയും വഞ്ചകരുണ്ട്. അന്ന് നമ്മൾ മനസ്സിലാക്കി കേരളത്തിലെ ഹിന്ദുക്കളല്ല ജന്തുക്കളാണുള്ളത്. ഹിന്ദുക്കളില്ല കേരളത്തിൽ. 1-2 പേര് നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ സംസാരിക്കണം എന്നല്ലാണ്ട് ഹിന്ദുക്കളില്ല കേരളത്തിൽ. ജന്തുക്കളായി മാറിയെല്ലാം മതേതര ജന്തുക്കൾ. അത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എത്ര മഹാരോഗമാണെങ്കിലും AIDS ആണെങ്കിലും വന്നേക്കണെങ്കിലും നമ്മളത് അംഗീകരിക്കണ്ടേ? വേണ്ടേ? ഞാൻ രോഗിയാണ് എന്നാൽ തിരിച്ചറിവ് വേണ്ടേ? എന്നാലല്ലേ, അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് രോഗം പകരുമല്ലോ. ഒരു പ്രതിവിധി തേടണം എപ്പോഴാണ്? നമ്മൾ രോഗിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടും. ഇതങ്ങനെയല്ല. ഒരു തെറ്റും ഞാൻ ചെയ്യണില്ല, എല്ലാം ഞാൻ ചെയ്യണ കറക്റ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരെ തോപ്പിക്കാൻ വേണ്ടി ഞാൻ കോൺഗ്രസിനെ ജയിപ്പിച്ചെന്നാ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. BJPക്കാണ് വോട്ട് ചെയ്യേണ്ടിരുന്നത്. ഒറ്റ സീറ്റ് പോലും കൊടുത്തില്ല BJPക്ക്. ഞാനോർത്ത് ഇത്തവണ BJP അടിച്ച് കയറും ഉറപ്പായിട്ടും. കാരണം അത്രയും വലിയ നാണക്കേടല്ലേ പിണറായി ഉണ്ടാക്കിയത്. ആൾക്കാരെ ആത്മഹത്യ വരെ ചെയ്തു, പക്ഷെ വോട്ട് ചെയ്തില്ല അല്ലേ? എന്ത് പറയാനാണ് പോയി? ഇത്രയും ഊളകള് കേരളത്തിലെ ഹിന്ദുക്കളെ പോലെ ഊളകള് ഈ ലോകത്ത് വരണ്ടാവൂല. നന്ദി കേട്ടവര്. അടിയന്തരാവസ്ഥ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? എല്ലായിടത്തും തോറ്റു. ജനതാ പാർട്ടി കയറി അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോ 2 വർഷക്കാലത്തോളം അടിയന്തരാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇലക്ഷൻ വന്നപ്പോ എല്ലായിടത്തും കോൺഗ്രസ് പൊട്ടി. കേരളത്തിൽ ജയിച്ചു, 50% ജയിച്ചു.
അതാണ് കേരളത്തിലെ ജന്തുക്കൾ, പ്രബുദ്ധ കൊഞ്ഞണന്മാര്. മനസ്സിലായോ?